ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. പ്രദ്യുമ്നോത്പത്തി. കേട്ടാലുമെങ്കിൽ നൃപ മാധവൻ ശയിക്കുമ്പോൾ ശ്രേഷ്ഠയാം രുക്മിണിയും പുത്രാർത്ഥം വരിച്ചതും കേട്ടിട്ടു പത്നീയുതം പ്രാതകാലത്തു കൃഷ്ണൻ പുഷ്ടമോദേന പുറപ്പെടുവാനാരംഭിച്ചു. രോഹിണീസുതൻ ശിനി സാത്യകി കൃതവർമാവാമവർത്തമ്മയുഗ്രസേനനെ യുദ്ധവനെ താതനാം വസുദേവരിവരെ രാജ്യം രക്ഷിച്ചേതുമേ ഇളകാതെ ഇരിപ്പാൻ നിയോഗിച്ചു. മറ്റുള്ള യദുക്കളോടൊന്നിച്ചു സഭയിങ്കൽ ചുറ്റുമായി സിംഹാസനേയിരുന്നു കമലാക്ഷൻ. തന്നെ അഭീഷ്ടത്തെ സാധിപ്പാൻ വൃഷ്ണ്യന്ധകരെന്നിവർകളെ പുരപാലനമതിനായും കൽപ്പിച്ചിട്ടനുജ്ഞയും നൽകി മാധവൻ താനും. ഉൾപ്പൂവിൽ പക്ഷീന്ദ്രനെ ചിന്തിച്ചിതതു നേരം പക്ഷിപുങ്കവൻ വന്നു നമസ്കാരവും ചെയ്തു. കൃഷ്ണനോടിനി അഹം വേണ്ടതു ചൊൽകയെന്നാൻ മല്ലാരി അതു നേരമരുളി ചെയ്തിടിനാൻ. കൈലാസേ ഗിരീശനെ കാണേണമെനിക്കെന്നാൻ. അന്നേരം ഗരുഡനും കൈലാസേ പോവാനായി മെല്ലവേ അമർന്നു തൻ കണ്ഠേ മാധവൻ താനും. ഇരുന്നു വ്യോമാന്തികെ പറന്നു വൈനതേയൻ പരിചിൽ പോകും നേരം ദേവകൾ ഋഷികളും ഗന്ധർവാപ്സരസിദ്ധ ചാരണ കിന്നരന്മാർ അമ്പരചാരി ജനമേവരുമൊരുമിച്ചു വെൺകൊറ്റക്കുടതടവെഞ്ചാമരങ്ങളോടും പങ്കജനേത്രൻ തൻ്റെ ലീലകൾ പാടിക്കൊണ്ടു കീർത്തിച്ചും നമിക്കയും സ്തുതിച്ചു ദേവവാദ്യം ആർത്തിയെ വിട്ടു ഘോഷിച്ചങ്ങനെ പുഷ്പവർഷം മേൽക്കുമേൽ ചെയ്തു സ്വർഗമാർഗേണ പൂജിതനായി ചൊൽക്കണ്ട ബദര്യാഖ്യാശ്രമത്തെ പ്രാപിച്ചിതു. സായാഹ്നകാലേ അപ്പോൾ ബദരീ പുണ്യസ്ഥലെ മേവീടും മുനികളും മാധവം ദൃഷ്ട്വാന്തികെ പാദ്യാർഘ്യാദികളാലും വന്യഭോജനത്താലും അത്യന്തഹീനൻ തന്നെ പൂജിച്ചാർ ഭക്തിയോടെ. ഗരുഡൻ തൻ്റെ കണ്ഠേ നിന്നിറങ്ങിനാൻ കൃഷ്ണൻ പരമപുമാൻ മുനിവർഗവും ഒരുമിച്ചു ബദര്യാശ്രമവനത്തിങ്കൽ ചെന്നതു നേരം. അദ്ദിക്കെല്ലാമേ ദീപജ്വാല പോൽ വിളങ്ങുന്നു. അന്നേരം മഹാവനെ നായാട്ടു ചെയ്തിടുവാൻ വന്നിതു ഖണ്ഡാകർണരായവർ ശ്വാക്കളോടും വന്നിതു പല ദിശ നിന്നു പൈശാചരേറ്റം. ഘോരമാം ദംഷ്ട്രകളും നിമ്നമാം നേത്രങ്ങളും ഘോരമാം ദീർഘജിഹ്വ ചെമ്പിച്ച കേശാദികൾ ഹാഹാ ഹൂഹൂ പ്രഭൃതി ഘോരമാം രവത്തോടും ആഹേതി സിംഹവ്യാഘ്രസൂകരാരവഘോരം കാനനം തള്ളിത്തകർത്തും മഹാഭയം ശ്വാക്കളും മഹാഘോരം ഭീമമാം ധ്വനിപൂരം. വില്ലുകൾ പലവിധമായുധജാലത്തോടും എല്ലാരും ഒരുമിച്ചു കാനനമിളക്കുന്നു. അന്നേരം മുനികളും മൃഗലുബ്ധരാമവർ തമ്മയും മഹാഭയകർമ്മവും വേഷങ്ങളും കണ്ടതി ഭീതരായിട്ടഗ്നിഹോത്രാദി കർമ്മം വേണ്ട എന്നൊഴിച്ചവരെല്ലാമേ കൃഷ്ണനോടു ബോധിപ്പിച്ചതു നേരം അവിടെയും നിന്നു വന്നിടുന്നൊരു പൈശാചന്മാരെല്ലാരും നിശയിൽ കഠിനമായി കരഞ്ഞു ശബ്ദിക്കയും വിഷ്ണു ഞാൻ വിഷ്ണുശ്വാനൻ ഹരൻ സൂകരി വിഷ്ണു ഞാനിഹ ത്രൈവിക്രമൻ സാക്ഷാൽ എത്രയും മഹാ ബലിയെ ബദ്ധനായി ഋഷികേശനുമായി
പുരുഷനായി നാരായണനായി സുരേശനായിരിക്കുന്നതുമഹമേവ അങ്ങോരോ തരം സ്മരിച്ചു ചൊല്ലിക്കളിച്ചീടിന പിശാചന്മാർ. സാക്ഷാൽ പുരുഷനായി ദേവവന്ദിതനായി മോക്ഷതനായിരിക്കും കൃഷ്ണനെ കണ്ടു കൂപ്പിക്കൊണ്ടോരോ പിശാച വീരന്മാരെ കണ്ടുകൊണ്ടു കൊണ്ടൽ നേർവർണ്ണൻ മന്ദഹാസവുമൽപ്പം ചെയ്താൻ. ഓരോന്നേ പിശാചുക്കൾ അന്നേരം മഹീതലെ വീണു മേൽപോട്ടു ചാടി ശോണിതം കുടിക്കയും മാംസഭക്ഷണം ചെയ്തും കുടൽമാലകൾ പൂണ്ടും രുധിര പരിപൂർണ രൂപികളായിരിക്കും. ആഹാ ഹി ഹി അവരെ കണ്ടിട്ടു മുനിജനം ആഹന്ത കഷ്ടമെന്നു നിന്ദിച്ചുമോരോത്തരം. ആഹാവാദികളിലങ്ങൊരുത്തൻ ഗോവിന്ദനെ ആഹന്ത അറിയാതെ പിന്നെയും വേഗം വേഗം പോകുന്നു ഞാനെന്നതു പറഞ്ഞു മറ്റേവനും. പോകുവാൻ കുറഞ്ഞൊന്നു പാർക്ക ഞാനിരിക്കുന്നു. അന്നേരമന്യൻ നമസ്കരിച്ചു നീ എന്തിനായി നിലത്തിരിക്കുന്നു എന്നു ചൊല്ലിനാനന്യൻ. ദേവദേവേശം കാൺമാൻ ദ്വാരകപുരിക്കു നാം വേഗത്തിൽ പോക ചെന്നു പുണ്ടരീകാക്ഷം കണ്ടു. ഘോരമാം ദുഷ്കർമ്മങ്ങൾ വേഗത്തിൽ കളഞ്ഞിട്ടു പാരാത കൃതകൃത്യരാക നാം എന്നിങ്ങനെ ഓരോരോ തരം പിശാചന്മാർ തൻ വാക്കു കേട്ടു. പരിചേക്ഷണൻ ചിത്തവിസ്മയാൽ അരുൾ ചെയ്തു ഹാഹാ ഹി ഹീതിയെന്നു രണ്ടുപേരോടുമായി. ആഹന്ത സർവം വിഷ്ണുമയമായി കണ്ടു നിങ്ങൾ ബ്രഹ്മസിദ്ധാന്തവാദി വര്യരായി വികൃതരായി കൽമഷകൃതരായ നിങ്ങളാരെന്നും പിന്നെ എന്തിനായിവിടത്തിൽ വന്നതെന്നതും നാമമെന്തെന്നും പറയണമെന്നരുൾ ചെയ്ത നേരം ഘോരരാം പിശാചന്മാർ ദേവദേവേശനോടു പാരാതയുത്തരത്തെ ചൊന്നതും കേൾക്ക നൃപ. ചോദിച്ചിടുന്ന നീ ഇന്നാരെന്നും പരമാർത്ഥം ബോധിപ്പാൻ ഞങ്ങളോടു ചൊൽകെന്നും കേട്ട നേരം ദേവകീസുതൻ പിശിതാശനോടു ചൊന്നാൻ ഇവർകളെല്ലാവരും ഋഷിപുങ്കവന്മാരാം ക്ഷത്രിയനാകുന്നു ഞാൻ യാദവകുലജാതൻ. സത്യധർമ്മത്തെ പാലിച്ചിടുക വ്യാപാരവും ദുഷ്ടനിഗ്രഹ ശിഷ്ടപാലന തൽപരൻ ഞാൻ. ദുഷ്ടനിഗ്രഹാർത്ഥമായി വന്നു ഞാനിവിടെയും ഇത്തരം മമ വൃത്താന്തങ്ങളെന്നറിഞ്ഞാലും വ്യക്തമായി നിങ്ങളുടെ വൃത്താന്തം കേൾപ്പിക്കേണം. ഇത്തരം മുകുന്ദന്റെ വാക്കുകൾ കേട്ട നേരം സത്വരം പിശാചരും ദക്ഷിണമുഖന്മാരായി ഉത്തമ പുരുഷായ നാരായണായ നമ ഇത്തരം മന്ത്രം ചൊല്ലി നമസ്കാരവും ചെയ്തു തങ്ങൾ തൻ വൃത്താന്തവും ചൊല്ലിനാർ. മമ നാമം മംഗലമൂർത്തേ ഖണ്ഡനാകുന്നിതറിഞ്ഞാലും ധർമ്മജ്ഞനായ കൃഷ്ണ ശങ്കരപ്രിയനായി സർവഭൃത്യനായി മേവീടുന്നൊരു പിശാചൻ ഞാൻ. ദേവദേവേശനായി കൽമഷഹരനായി കേവലസ്വരൂപനാം രുദ്രൻ തന്നാജ്ഞയാലേ ലോകേശനായി ത്രൈലോക്യാധിപനായിക്കൊണ്ടു ദേവദേവേശനായി മൂർത്തിത്രയ വിഗ്രഹനായി ആനന്ദസ്വരൂപനായ അദ്വയനായിരിക്കും ഏകനാം നാരായണനെ കുറിച്ചിതുമൂലം ത്വൽപ്രസാദാർത്ഥം ദ്വാരാപുരിക്കു പോകുന്നതും ഇപ്പോഴിതിവിടേക്കു വന്നതും അതുമൂലം ദ്വാരകാപുരിപുക്കു കൃഷ്ണം കണ്ടതിശുദ്ധം വരുത്തിയിടേണം ഞങ്ങൾക്കെന്നോർത്തി ഇച്ഛയാ തന്നെ. ശങ്കരൻ തന്നാജ്ഞയുമുണ്ടതിന്നതുമൂലം ശങ്കയന്യെ പോയിടുന്നിതു ഞങ്ങളെല്ലാം. ഇങ്ങനെ പറഞ്ഞവർ ബഹുത്വ വികൃതികൾ നന്നായി കളഞ്ഞിട്ടു ഗോവിന്ദൻ തന്നോടായി പോയെന്നുരച്ചപ്പോൾ മാധവനുത്സാഹിയാം ഭാവത്തെ പൂണ്ട നേരം പിശിതാശികളെല്ലാം പുഷ്പത്തെ ഭൂമോ വർഷിച്ചിട്ടു ഭൂമിയിൽ നോക്കി താൽപര്യത്തോടു
പത്മാസനസ്ഥരായിരുന്നു ആകുലമെന്യേ ശ്രോത്രാദീന്ദ്രിയങ്ങളെ നിർത്തി ശോകഹീനരായി നാസാഗ്രേക്ഷണയുക്തരായി തുല്യമാം സമാധിസ്ഥരായിക്കൊണ്ടു ചിത്തം നന്നായി വല്ലഭമുള്ള സമാധിയിലെ ലയിപ്പിച്ചു മാധവൻ തന്നെ അന്വേഷിച്ചിതു ചിത്തം കൊണ്ടു. മാധവം ചിത്തേ കണ്ടു നേത്രങ്ങൾ തുറന്നപ്പോൾ കേവലാനന്ദമൂർത്തി തന്നെ കണ്ടതു നേരം. ശൈവഭൃത്യരും പറയുന്നിതു നൃപോത്തമ, ഹരിയായി സ്വപജനായി താനായി സകലമായി പരമാത്മാവായി മേവും മാധവം കണ്ടാരെന്നും. പിന്നെ ഈ പിശിതാഹാരികളാം പിശാചന്മാർ നന്നായി നൃത്തലാസ്യഗാനങ്ങളതും ചെയ്തു സുഖമാകുന്ന വണ്ണം സന്തുഷ്ട്യാ ഭക്തിയോടും പിശിതാഹാരന്മാരും നമിച്ചു വാസുദേവം. ഭക്ത്യാ വന്ദിച്ചുകൊണ്ടു ചൊല്ലിനാരവർകളും, മുക്തിദനായ മൂർത്തേ നിന്തിരു പ്രസാദത്താൽ എന്തൊന്നു ഞങ്ങൾക്കനുഗ്രഹിച്ചിടുന്നു ഭവാൻ. ചെന്താമരാക്ഷ എന്നു നന്നായിട്ടർത്ഥിച്ചവർ, നിന്തിരുവടി ഞങ്ങൾ തങ്ങളിൽ തുഷ്ടനാക സന്തതാനന്ദ ഭക്തിക്കന്തരമുണ്ടാകായ്വാൻ. ശങ്കര കിങ്കരന്മാരാകിയ ഞങ്ങൾ ചെയ്ത സമസ്തമപരാധമകമേ ക്ഷമിക്കെന്നാർ. ജഗതീപതി മുനിമാരോടും മന്ദഹാസാൽ ഗംഗാ കാമുക ഭൃത്യന്മാരോടായരുൾ ചെയ്തു, നിർമ്മല ശിവഭക്തരാകിയ നിങ്ങൾക്കൊരു കൽമഷമൊരു നാളുമില്ലെന്നു മുനീന്ദ്രരാൽ സമ്മതമതു സർവവേദസമ്മതം തന്നെ. സമ്മതമതിന്നു സന്ദേഹവുമില്ല നൂനം. ശങ്കരഭക്തന്മാർക്കു കൽമഷമില്ലെന്നതു പങ്കജനേത്രനരുൾ ചെയ്തിതു നൃപോത്തമ. ഇത്തരമരുൾ ചെയ്തു മാധവൻ പിശാചുക്കൾ ഉത്തമ സിദ്ധ്യർത്ഥമായി സ്പർശിച്ചാരവർകളെ. അന്നേരം വികൃതിയാമാകൃതി പോയി പിന്നെ സുന്ദരരൂപമായി ഹരിയെ വന്ദിച്ചിതു. പിന്നെയും മുനീന്ദ്രന്മാരായോർക്കും മറ്റുള്ളോർക്കും മന്നവാ ബദര്യാഖ്യാശ്രമത്തിൽ വച്ചു തന്നെ ദേവദേവേശൻ തൻ്റെ ദർശനം ഹേതുവായി കേവലം കൃതാർത്ഥത സിദ്ധിച്ചു വഴി പോലെ. പിന്നെയും ഖണ്ഡൻ ചൊന്നാൻ എന്നുടെ അനുജനായി നിന്നുടെ ഭക്തനായി ശങ്കരഭൃത്യനായി മേവീടും കർണനെന്നു പേരാകും ഇവനെയും കേവലം ഭവാൻ അനുഗ്രഹത്തെ ചെയ്തിടണം. ഇത്തരം പറഞ്ഞതു കേട്ടൊരു ഗോവിന്ദനും സത്വരം അവനെയും സ്പർശിച്ചാനതു നേരം. സുന്ദര ശരീരമായി വന്നിതു ഖണ്ഡാകർണരെന്നിവരിരുവരും ഏറ്റവും മോദിതരായി വിചിത്രമധുരമായി സുസ്വരഗീതങ്ങളാൽ സ്തുതിച്ചു ജയശബ്ദത്തോടും ഗന്ധർവരവർ കൊണ്ടാടി പ്രസാദിച്ചു ശങ്കരഭൃത്യന്മാരാം പൈശാചരിരുവരും മറ്റു മാർഗവുമായി. ദിശതൻ അന്തത്തിങ്കൽ വേഗേന പുറപ്പെട്ടു ഭഗവതാജ്ഞയാലേ കൈലാസാചലേ പോയി. ഭഗവൻ മാഹാത്മ്യവും പൈശാചചേഷ്ടിതവും കണ്ടതി വിസ്മിതന്മാരായിതു മുനികളും കൊണ്ടാടി മുകുന്ദനെ പൂജിച്ചു സ്തുതിച്ചിതു. താപസവരന്മാർക്കു വേണ്ടുമിഷ്ടങ്ങളെല്ലാം കേവലനാജ്ഞാപിച്ചു കൊടുത്തിട്ടവിടുന്നു. രാത്രിയും കഴിഞ്ഞുദയത്തിലെ പുറപ്പെട്ടാൻ ആശ്രിതപരായണൻ കൈലാസത്തിങ്കലേക്കായി. ബദര്യാശ്രമവാസി ജനമാം മുനിമാരും സദയം ഭഗവാനും ഗരുഡോപരിദീപ്ത്യ ഇരുന്നു കൈലാസാദ്രിക്കായി കൊണ്ടുപോകും വിധൗ മാധവനെയും ഗിരീശനെയും കാൺമാനായി വേദാവാദികളായ ദേവകളസുരരും ഗന്ധർവന്മാരും ഇന്ദ്രൻ ബൻഹിയും വരുണനും ഗന്ധവാഹനൻ താനും സൂര്യന്മാർ സോമൻ താനും ധർമ്മരാജനും പിന്നെ നിറുതി വിദ്യാധര കിന്നരാപ്സരോ മുനിചാരണ വൃന്ദങ്ങളും
ഒക്കവേ സ്തുതി നമസ്കാരങ്ങൾ പ്രസംഗങ്ങൾ ഉൾക്കുതുകേന ഋഷികേശനെ ചെയ്തു കൊണ്ടാർ. നൃത്തഗീതങ്ങളോടും ദേവവാദ്യങ്ങളോടും എത്രയും മഹാഘോഷാൽ നൂറായിരത്തിൽ പരമായി സഹസ്രമായ അനന്തശംഖധ്വനി പൂരിത ഘോഷങ്ങളും പണവാനകാദ്യാദി 18 വാദ്യഘോഷമംഗളരവമതിവിസ്മയം പുഷ്പവർഷവുമതിപൂർണം. മാധവൻ തൻ്റെ ഗമനത്തിങ്കൽ വിമാനങ്ങൾ ആദരവോടു താഴ്ത്തിക്കൂട്ടിനാർ ദേവാദികൾ. മാന്ദ്യസൗരഭ്യ ശൈത്യഗുണസംയുക്തനായി മന്ദവായുവും നന്നായി തെളിഞ്ഞു വീടിനാൻ. പത്രങ്ങൾ പുഷ്പഫല പല്ലവാദികളോടും എത്രയും തെളിഞ്ഞേറ്റം ശോഭിച്ചു ലതാവൃക്ഷം. ജനങ്ങൾ നിർമ്മലമായി ഭവിച്ചു ശീതളത്താൽ ജലജങ്ങളാം കുസുമാദിയും പരിപൂർണം. സുശബ്ദ ശീതളത്താൽ അരുവിയാറുകളും സുശബ്ദത്തോടു മൊഴുകിയിടുന്നു നദികളും. കാനന സിംഹ വ്യാഘ്രസൂകരാദികളായ വന്യസഞ്ചയം വൈരരഹിതമോദാന്വിതം കളിക്കുന്നതുമിവയൊക്കെയും കണ്ടറിഞ്ഞു തെളിഞ്ഞു ഗിരീശനും ഘണ്ഠാകർണാദികളും. പറഞ്ഞ വൃത്താന്തവും ഗ്രഹിച്ചു മോദമോടെ നിറഞ്ഞ മോദത്തോടും പാർവതീ സമേതനായി തുംഗമാം വൃഷമേറി സ്കന്ദവാരണാനന ആനരനെന്നിവരോടും കൂടി തുംഗമാം വൃഷമേറി സ്കന്ദവാരണാനര ആനരവിൻ എന്നിവരോടും കൂടി മുകുന്ദം കാൺമാനായി. തുംഗമാം വൃഷമേറി സ്കന്ദവാരണാനരന്നിവരോടും കൂടി മുകുന്ദം കാൺമാനായി. ഭൂതസഞ്ചയത്തോടും പൈശാചവൃന്ദത്തോടും വേതാള യക്ഷോരക കിന്നര കുബേരാദി ബ്രഹ്മരാക്ഷസഗുഹ്യകാദിയാൽ വന്ദിതനായി ചന്ദ്രശേഖരൻ പുറപ്പെട്ടിതു കോലാഹലാൽ. തെളിഞ്ഞു ഗിരീശനും ഘണ്ഠാകർണാദികളും പറഞ്ഞ വൃത്താന്തവും ഗ്രഹിച്ചു മോദമോടെ നിറഞ്ഞ മോദത്തോടും പാർവതീ സമേതനായി തുംഗമാം വൃഷമേറി സ്കന്ദവാരണാനരന്നിവരോടും കൂടി മുകുന്ദം കാൺമാനായി. ഭൂതസഞ്ചയത്തോടും പൈശാചവൃന്ദത്തോടും വേതാള യക്ഷോരക കിന്നര കുബേരാദി ബ്രഹ്മരാക്ഷസഗുഹ്യകാദിയാൽ വന്ദിതനായി ചന്ദ്രശേഖരൻ പുറപ്പെട്ടിതു കോലാഹലാൽ. ഭസ്മധൂളിതനായി ഭസ്മത്താൽ സർവാംഗനായി വൃഷഭാരൂഢനായി സർപ്പകങ്കണനായി സർപ്പകുണ്ടലനായി സർപ്പത്താൽ കടിസൂത്ര കടകമഞ്ജീരനായി സകലഭൂഷണനായി കൃത്തിവാസസ്സായിക്കൊണ്ടു ജഡിലനായി കപാലിയുമായി ശൂലിയായി പിംഗലക്ഷണനായി ചന്ദ്രശേഖരനായി മംഗലത്രിനേത്രനായി തടിർജിജ്യോതിസ്സമനായ ഈണപാശങ്ങൾ ഖഡ്വാംഗങ്ങൾ ശൂലധരനായിരിക്കുന്ന രുദ്രൻ സ്കന്ദാദിപുത്രരോടും ഭൂതസഞ്ചയത്തോടും വരുന്ന നേരം പീതവാസനം ധൃതവാനായി പരിചിൽ ചതുർബാഹു ശംഖചക്രാദ്യായുധധരനായി കിരീടിയായി മകരകുണ്ടലിയായി ഹാരകേയൂര വിഭൂഷിതനായി മനോഹര കങ്കണാംഗദരത്നച്ചന്ന വൈരാജിതനായി പങ്കജനേത്രനായി ശ്രീവത്സവക്ഷസായി ചാരുകൗസ്തുഭപ്രഭോരസ്കനായി വനമാല്യ ചാരുഗ്രീവനായി താർഷ്യവാഹനനായി കൊണ്ടു സർവദേവാദികളാൽ വന്ദ്യനായി സ്തുതനുമായി ദേവകളാലേ ചൂഴപ്പെട്ട വാദ്യങ്ങളാലും സേവിതനായി പുഷ്പവർഷിതാനന്ദനായി മേവുന്ന മധുരിപു തന്നെയും പശുപതി കണ്ടതു നേരം വൃഷവാഹനം വെടിഞ്ഞിട്ടു വന്ദിച്ചു കൂപ്പിട്ടർഘ്യപാദ്യമെന്നരുൾ ചെയ്തു മാധവപാദങ്ങളിൽ കുസുമാർച്ചനം ചെയ്തു
ശംഭുവിൻ കരം മധുസൂദനൻ പിടിച്ചിട്ടു. പരമേശ്വരൻ തന്നെ മാധുര്യവാക്യങ്ങളാൽ പരമപുരുഷനും സ്തുതിച്ചു വഴി പോലെ. പിന്നെയും ശിവൻ സ്തുതിച്ചിടിനാൻ മുകുന്ദനെ വന്ദിതവാക്യങ്ങളാൽ ഇത്തരം നൃപോത്തമം. ദേവദേവേശ ബ്രഹ്മയോനെ ആദിമധ്യാന്തഹീന കേവല സനാതന ത്വൽപാദേ നമസ്കാരം. വ്യക്താവ്യക്തസ്വരൂപനായി വിശ്വഹേതുവായി മുക്തിരൂപനാം വിഷ്ണുവിനായി നമസ്കാരം. ബ്രഹ്മരൂപനായി മഹാവിഷ്ണുരൂപനായിക്കൊണ്ടു നിർമായമായി നമസ്കരിച്ചിടുന്നേൻ ഞാനും. പുരുഷോത്തമാ വിഭോ വൈകുണ്ഠ കമലാക്ഷ നാരായണായ വാസുദേവായ മാധവായ നമസ്തേ. ഋഷികേശ ദേവദേവേശ ജഗന്നാഥ മധുസൂദന സർവകൽമഷാപഹ വിഭോ. ആനന്ദ നാരായണ നിന്തിരുപാദാംബുജേ സാനന്ദം നമസ്കരിച്ചിടുന്നേൻ ഞാനും സദാ. കൃഷ്ണനായി വാസുദേവനായിക്കൊണ്ടു ഹരനായി വിഷ്ണുവായി പരമാത്മാവായി വിശ്വരൂപനായി സർവഭൂതനായിരിക്കുന്നൊരു ത്വൽപാദാബ്ജേ സർവദാ നമസ്കാരം. നമസ്തേ നമോസ്തുതേ. രുദ്രരൂപനായി ശക്തിരൂപനായിരിക്കുന്ന ചിദ്രൂപനായിക്കൊണ്ടു ഞാനിതാ വണങ്ങുന്നേൻ. ഇന്ദ്രനായി വന്ഹിയായി യമനായി നിറുതിയായി വരുണനായി വായുരൂപനായി കുബേരനായി സ്കന്ദരൂപനായിരിക്കുന്ന നിൻ തിരുപ്പാദേ വന്ദിച്ചിടുന്നേനഹമെപ്പോഴും നമസ്കാരം. സഹസ്രശിരസായി സഹസ്രനയനനായി സഹസ്രബാഹുവായി സഹസ്രചരണനായി സഹസ്രജിഹ്വനായി സഹസ്രഗുണാധാര സഹസ്രനാമാവായി നിത്യനായി നിത്യാനിത്യഹേതുവായിരിക്കുന്ന നിന്തിരുവടിക്കായി സാദരം വീണു നമസ്കരിച്ചിടുന്നേനഹം. നിന്നുട മുഖത്തിങ്കൽ നിന്നുളവായി വിപ്രൻ നിന്നുട ബാഹുക്കളിൽ നിന്നു ക്ഷത്രിയൻ താനും. ഉരുവിങ്കേന്നു വൈശ്യൻ പാദത്തിൽ നിന്നു ശൂദ്രൻ സൂര്യനും നേത്രത്തിങ്കൽ മാനസത്തിങ്കൽ ചന്ദ്രൻ. നിന്നുട ശിരസായിടുന്നതുമാകാശവും നിന്നുട ശ്രോത്രം ദിക്കുമന്തരീക്ഷത്തിൽ വായു. വായുവിലഗ്നി വായുപ്രാണനായിരുന്നു ഞാൻ. ധാതാവും ശക്രൻ യമൻ പാവകൻ മറ്റുമുള്ള സകല ദേവകളും നിന്തിരുവടിയായി സകലാത്മകാ ഭവിച്ചിടുന്നു വേറെയില്ല. യാതൊരു വസ്തുക്കൾക്കും നിന്തിരുവടി തന്നെ പ്രാധാന്യമാകുന്നതും ത്രിദിശന്മാർക്കു നൂനം. കേൾക്കടോ നൃപ ശിവനിത്തരം ഭഗവാനെ ഉൾക്കുതുകേന സ്തുതിച്ചിടിനോരനന്തരം. വിഷ്ണുവാം കൃഷ്ണൻ രുദ്രൻ തന്നെയും കൃതാഞ്ജലി ഭദ്രമായി ചെയ്തു സ്തുതിച്ചിടിനാനീ വണ്ണമായി. സർവസംഹാരമൂലമായ മൃതാത്മാവായി സർവസംഹാരമൂലമായ മൃതാത്മാവായി ശർവനായി ശുദ്ധനായി സർവദാനന്ദനായി സുഖവിഗ്രഹനായി സത്യവിഗ്രഹനായി സുഖസംന്യസ്തനായി സത്യാധാരനായി വാഴും ശ്രീ പരമേശ്വരനായി കൊണ്ടിതാ നമസ്കാരം. കേൾക്കടോ നൃപ ശിവനിത്തരം ഭഗവാനെ ഉൾക്കുതുകേന സ്തുതിച്ചിടിനോരനന്തരം. വിഷ്ണുവാം കൃഷ്ണൻ രുദ്രൻ തന്നെയും കൃതാഞ്ജലി ഭദ്രമായി ചെയ്തു സ്തുതിച്ചിടിനാനീ വണ്ണമായി. സർവസംഹാരമൂലമായ മൃതാത്മാവായി ശർവനായി ശുദ്ധനായി സർവദാനന്ദനായി സുഖവിഗ്രഹനായി സത്യവിഗ്രഹനായി സുഖസംന്യസ്തനായി സത്യാധാരനായി വാഴും ശ്രീ പരമേശ്വരനായി കൊണ്ടിതാ നമസ്കാരം. ഘോരനായി ഘോരഘോരരൂപനായി കൊണ്ടു ജന്മമാദിയായി മരണാന്തമില്ലാതാത്മവിഗ്രഹ ജനനകാരകനായി ജ്ഞാനചിത് സ്വരൂപനായി
ജ്ഞാനത്താൽ ഗമ്യനായി ജ്ഞാനാധാരനുമായി പിംഗലനേത്രനായി പുരുത്തോൽവസ്ത്രനായി ദക്ഷയജ്ഞാന്തകനായി നീലകണ്ഠനായിക്കൊണ്ടും നമസ്തേ. നീ തന്നെ ഞാൻ ധാതാവും ശക്രൻ താനും രുമണി താനും പിന്നെ വരുണൻ കുബേരനും യമനും സമീരണൻ വന്നിയും സോമൻ താനും ഭൂമിയും ശ്രീയായി മമ വക്ഷസി വസിപ്പതും നിന്തിരുവടി തന്നെ ദേഹാർദ്ധനായിടുന്ന നിന്തിരുവടി തന്നെ സർവവും കാണുന്നതും കേൾപ്പതും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ദേവകളും ഇപ്രപഞ്ചവും ഋഷിവർഗവും ഭവാൻ തന്നെ. എന്നുട ഭക്തനായി നിന്തിരുവടി തന്നെ നന്ദിച്ചിടുന്നതവനെന്നെ നന്ദിച്ചവൻ താൻ. നിന്തിരുഭക്തനെന്നെ നിന്ദിച്ചാൽ ഭവാൻ തന്നെ. സന്തതം നിന്ദിച്ചവനില്ല സംശയമേതും. രണ്ടെന്നു ശാസ്ത്രങ്ങളെ കൊണ്ടു നിന്ദിക്കുന്നവർ കണ്ടുകൊള്ളുകയില്ല പരമാർത്ഥത്തെയും. കേട്ടാലും നൃപപര മാധവവാക്യമിത്തം കേട്ടോരു നേരം ഋഷിവർഗവും സുരന്മാരും കൈകൂപ്പിക്കൊണ്ടു വീണു നമസ്കാരവും ചെയ്തു ശങ്കരമാധവന്മാർ തമ്മെയും സ്തുതി ചെയ്താർ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.